മദർഷിപ്പുകളുടെ റാണി എം.എസ്. ഐറീന വിഴിഞ്ഞം തീരം തൊട്ടു. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എം.എസ്. ഐറീന ഇന്ന് രാവിലെയാണ് തുറമുഖത്ത് ബർത്ത് ചെയ്തത്. തൃശൂർ സ്വദേശി വില്ലി ആന്റണിയാണ് പടുകൂറ്റൻ കപ്പലിന്റെ ക്യാപ്റ്റൻ. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ എം.എസ്. ഐറീന ആദ്യം എത്തുന്നത് വിഴിഞ്ഞത്താണ്. ഐറീനയ്ക്ക് 24,342 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമാണ് കപ്പലിന്റെ വലിപ്പം. 24,342 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷി ഐറീനയ്ക്കുണ്ട്. നേരത്തെ വിഴിഞ്ഞം പുറംകടലിൽ നങ്കൂരമിട്ട അവസരം കാത്തിരുന്ന കപ്പലുകളുടെ റാണി എം.എസ്. ഐറീന രാവിലെ വിഴിഞ്ഞം തീരം തൊട്ടു. 8 മണിയോടുകൂടി കപ്പലിന്റെ മൂറിംഗ് പൂർത്തിയായി. എം.എസ്. സീരീസിലെ ഏറ്റവും വലിപ്പമുള്ള കപ്പലിനെ നിയന്ത്രിക്കുന്നത് മലയാളിയായ വില്ലി ആന്റണിയാണ്. 16,000 കണ്ടെയ്നറുകൾ കപ്പലിനുള്ളിലുണ്ട്. ഇതിൽ 4,000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും. ഈ കണ്ടെയ്നറുകൾ ഫീഡർ കപ്പലുകളായി മറ്റ് തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകും. ട്രയൽ റൺ കഴിഞ്ഞതിനു ശേഷം 340-ലധികം കപ്പലുകൾ വിഴിഞ്ഞം തീരത്തെത്തിയിട്ടുണ്ട്. ദക്ഷിണേഷ്യയിലെയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും ഐറീന എന്ന കൂറ്റൻ കപ്പലിനെ തീരത്തടുപ്പിച്ച ഖ്യാതി ഇനി വിഴിഞ്ഞത്തിന് സ്വന്തം. സിംഗപ്പൂരിൽ നിന്നും യാത്ര ആരംഭിച്ച കപ്പൽ 2 ദിവസത്തിനുള്ളിൽ കണ്ടെയ്നറുകൾ ഇറക്കി യൂറോപ്പിലെ സ്പെയിനിലേക്ക് പോകും. സിംഗപ്പൂരിൽ നിന്നും എത്തിയ കപ്പൽ ചരക്കുകൾ കൈമാറ്റം ചെയ്തതിനു ശേഷം വിഴിഞ്ഞത്ത് നിന്നും യൂറോപ്പിലേക്ക് മടങ്ങും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഐറീന സീരീസിൽ വരുന്ന കൂറ്റൻ കപ്പലാണ് എം.എസ്. ഐറീന. സൗത്ത് ഏഷ്യയിലെത്തുന്നത് ആദ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് എം.എസ്. ഐറീന ആദ്യമായി നങ്കൂരമിടുന്നത്. അതിൻ്റെ ക്യാപ്റ്റനാകട്ടെ ഒരു മലയാളിയും. അഭിമാനിക്കാവുന്ന കാര്യമാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ വിച്ചു എം സായിക്കൊപ്പം ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.